copies. Monitoring for steps 5 and 6. യെസ്, ആ ചരിത്ര നിമിഷത്തിന് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു നമ്മൾ. പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ പൊതുവേദിയുമായി പങ്കുവയ്ക്കും. 14 ദിവസം നീളുന്നൊരു ദൗത്യത്തിനാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുള്ളത്. എന്നോടൊപ്പം അജയ് സയൻസ് ഡെസ്കിൽ നിന്ന് അജയ് ചേരും. അജയ്, സുധ, ബിജു, ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലേക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സമയം ആക്സിയം 4 ദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് കടക്കുന്നു. പേടകം ബഹിരാകാശ നിലയവുമായി കൂട്ടിച്ചേരുന്ന ഡോക്കിംഗ് പ്രക്രിയ, അതിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആക്സിയം 4 മിഷന്റെ പൈലറ്റാണ് ശുഭാംശു. ഡോക്കിംഗിൽ നിർണായക പങ്ക് വഹിക്കുന്നതും ശുഭാംശു ശുക്ല തന്നെ. അജയ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? മനു, ഇപ്പോൾ ഏതാണ്ട് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ വേഗത കൈവരിച്ച് അതിന്റെ തൊട്ടടുത്ത്, അതായത് ഡോക്കിങ്ങിന് ഇനി 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയം ബാക്കിയുള്ളൂ. 26,482 km/h വേഗതയിൽ സഞ്ചരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ അതേ വേഗതയിൽ ഇപ്പോൾ വെറും 20 മീറ്റർ മാത്രം അകലെ നിന്ന് ഡോക്കിംഗ് പ്രക്രിയ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്കിംഗ് പ്രക്രിയ നമുക്കറിയാം, ഇപ്പോൾ ഡോക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്തുള്ളതും അതുപോലെ തന്നെ ഡ്രാഗൺ പേടകത്തിനകത്തുള്ള പ്രഷർ ഈക്വലൈസ് ചെയ്യണം. അതിനുശേഷമായിരിക്കും അതിൻ്റെ വാക്വം തുറന്നുവിട്ട് പിന്നെ സഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പൈലറ്റ് നമുക്കറിയാം, ഇതിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയാണ്. പക്ഷേ ശുഭാംശു ശുക്ലയ്ക്ക് ഉൾപ്പെടെ അങ്ങനെ വലിയൊരു റോള് ഇതിനകത്ത് ഈ ഡോക്കിംഗ് പ്രക്രിയയിൽ അധികമില്ല. ഈ നാസയുടെ ജോൺസൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്നായിരിക്കും ഇതിന്റെ കൂടുതൽ കൺട്രോളുകൾ ഉണ്ടാവുക. കൂടുതൽ ഓട്ടോണോമസ് ആയിട്ടായിരിക്കും കൺട്രോളുകൾ നടക്കുന്നത്. അപ്പോൾ ബഹിരാകാശ നിലയത്തിനകത്ത് ഇപ്പോൾ ഈ പേടകത്തിനകത്ത്, ഡ്രാഗൺ പേടകത്തിനകത്ത് നിന്ന് കൺട്രോളുകൾ നിയന്ത്രിക്കുകയും അതിനനുസരിച്ചുള്ള കമാൻഡുകൾ അത് ഭൂമിയിലേക്ക് നൽകുന്ന തരത്തിലുള്ള ചുമതലകളായിരിക്കും ഇപ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ഭൂമിയിൽ നിന്നായിരിക്കും അതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയ, മറ്റു കാര്യങ്ങൾക്കുള്ള കൂടുതൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ കമാൻഡുകൾ സ്വീകരിച്ചതിന് ശേഷം അതിനകത്തുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് മാത്രമായിരിക്കും ശുഭാംശു ശുക്ലയും അതുപോലെ തന്നെ മറ്റാളുകളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ അതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു റോള് ഭൂമിയിൽ നിന്ന് ജോൺസൺ സ്പേസ് സെൻറ്ററിൽ നിന്നും ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്ന ആ ചുമതല, അതായത് ഈ മിഷന്റെ ഒരു സാരഥിയായിട്ട് തന്നെ ശുഭാംശു ശുക്ല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്കിംഗ് ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നടക്കും. അതിൻ്റെ ഏറ്റവും സമീപത്ത് എത്തിക്കഴിഞ്ഞു മനു. യെസ്, അതാണ് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ വാതായനങ്ങൾ തുറക്കുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ആ ചരിത്രപാതയിൽ ഇതാ ഒരു നാഴികക്കല്ലിൻ്റെ നിമിഷം. ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല. അവിടെ ബഹിരാകാശ നിലയം തൊടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇന്നലെ പുറപ്പെട്ട ശുഭാംശു ഇന്ന് ആ ശുഭയാത്ര പൂർത്തിയാക്കി അവിടെ എത്തുന്നു. ഇനി 14 ദിവസം നീണ്ടു നിൽക്കുന്ന പരിവേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ ഉണ്ടാകും. 4 രാജ്യങ്ങൾ ഈ ദൗത്യത്തിൽ കൈകോർക്കുന്നു. ബഹിരാകാശ ദൗത്യത്തിൽ 4 രാജ്യങ്ങളുടെ കൂട്ടായ പ്രയത്നമാണ്. ഇന്ത്യക്കൊപ്പം അമേരിക്കക്കൊപ്പം പോളണ്ടും ഹംഗറിയും ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. മുതിർന്ന ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഹംഗേറിയൻ സ്വദേശി ടിബോർ കാപ്പുവും ഈ സഖ്യത്തിന്റെ ഭാഗമായുണ്ട്. പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാസ്കിയും അതുപോലെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഉണ്ട് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുരാഷ്ട്ര കൂട്ടായ്മ എന്ന നിലയിൽ ബഹിരാകാശ രംഗത്ത് നടത്തുന്ന നിർണായകമായ മുന്നേറ്റം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ഒരു അനിഷേധ്യ ശക്തിയാണ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡോക്കിങ്ങിന്റെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ദ മോസ്റ്റ് ത്രില്ലിംഗ് പാർട്ട് ഓഫ് ബീയിങ് ഇൻ സ്പേസ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. Dragon Grace and the Axiom Mission 4 crew have arrived to the International Space Station at 5:31 a.m. Central Time over the North Atlantic as the two orbiting around the Earth, connecting with the soft capture ring, and now we'll begin the ring retraction to bring the two vehicles closer together, and then the 12 hooks, the 2 sets of 6 will drive to form a hard nut. And there you heard the soft capture ring
is retracting, and then we'll do so until sensors are indicating it's time for those hooks to drive in place and give us a hard capture and firmly secure Dragon to station. അതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വിജയം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സുഭാംശുവിന്റെ കുടുംബം ആ ശുഭയാത്ര ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ബഹിരാകാശത്ത് അതിന്റെ കീർത്തിമുദ്രയായി മാറുന്ന യഥാർത്ഥ നിമിഷങ്ങളിലേക്കാണ് രാജ്യം സാക്ഷിയാകുന്നത്. സുഭാംശുവിന്റെ കുടുംബാംഗങ്ങൾ ആ സന്തോഷ നിമിഷത്തിൽ പങ്കാളികളാകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഈ സ്ക്രീനിന്റെ ഒരു വശത്ത് ബഹിരാകാശത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ്. സുഭാംശുവിന്റെ അമ്മയുടെ കണ്ണുനീരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരത്രയും ആകാംക്ഷയോടുകൂടി ജിജ്ഞാസയോടുകൂടി ആ കുടുംബം കാത്തുനിന്നിരുന്നു. ആ മഹത്തായ ദൗത്യത്തിന്റെ സമീപത്ത് നിൽക്കുന്നു ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ല. ഏറ്റവും മനോഹരമായ നിമിഷം ആക്സിയം 4 The soft capture ring, that initial contact between Dragon Grace and the International Space Station continuing to retract, and we'll await for the calls that the sensors read that it will be time for those 12 hooks on the Dragon to then begin driving and connecting itself to form a hard mate to the International Space Station. ഏറ്റവും അഭിമാനകരമായ നിമിഷം. അജയ് സുധ ബിജു എന്നോടൊപ്പം ചേർന്നു. അജയ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ നിമിഷം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ വലിയ ശക്തിയാണ് എന്ന് തെളിയിക്കാനായി നമ്മൾ എല്ലാവിധ പ്രയത്നങ്ങളും നടത്തുകയാണ്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് നടക്കുന്നത്. ഗഗൻയാൻ എന്ന ഒരു പദ്ധതി നമുക്ക് ഇനി മുന്നിലുണ്ട്. ആ ഗഗൻയാൻ പദ്ധതിക്ക് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം നൽകുന്ന ഒരു നീക്കം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം ഈ ബഹിരാകാശ രംഗത്തുണ്ടാകുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഈ അഭിമാന മുഹൂർത്തത്തെ എങ്ങനെ വിലയിരുത്താം അജയ്, ബിജു? മനു, തീർച്ചയായിട്ടും ഇന്നലെ ശുഭാംശു ശുക്ല പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തോളിലുള്ള ത്രിവർണ്ണ പതാക കാണുമ്പോൾ മനസ്സിലാകും ഈ മുഴുവൻ ഭാരതീയരും അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യത്തിനൊപ്പം തൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ തന്നെയാണ്. അജയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശാസ്ത്രാധ്യാപിക സംഗീത നമുക്കൊപ്പം ചേരുന്നു. സംഗീത, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ ഒരു നിമിഷം. പക്ഷേ ശാസ്ത്ര ലോകത്തിന് ഇത് എത്ര പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. നമുക്ക് 60ഓളം പര്യവേഷണങ്ങൾ അവിടെ നടത്തുമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് 7 ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഉള്ള വളരെ സുപ്രധാനവും നിർണായകവുമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു ശാസ്ത്രാധ്യാപിക എന്ന നിലയിൽ സംഗീത, ഈ ശാസ്ത്ര ലോകം എങ്ങനെയാണ് ഈ നേട്ടത്തെ ഉറ്റുനോക്കുന്നത്? അങ്ങനെ ഒരു അമിത പ്രാധാന്യം ഈ ദൗത്യത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് 600-ലധികം ആളുകൾ ഇപ്പോൾ ഓൾറെഡി ബഹിരാകാശ യാത്ര നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമാകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ ആളാണ് ബഹിരാകാശത്ത് എത്തുന്നത് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഇതൊരു കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആണ്. അതേപോലെ തന്നെ അതിൽ ISRO പങ്കെടുക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ എന്തെങ്കിലും സാങ്കേതികമായ സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. മറ്റൊരു കമേഴ്ഷ്യൽ വെഹിക്കിളിൽ നമ്മൾ അവിടെ പോകുന്നു, പഠനങ്ങൾ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിലെ കുറെ പഠനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബഹിരാകാശത്തെ ജീവിതത്തെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്നതായേക്കാം. പലതരത്തിലുള്ള സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണങ്ങളുണ്ട്. മസിൽസിന്റെ എങ്ങനെയാണ് മാസിൽ മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച പഠനങ്ങളുണ്ട്. അപ്പോ ടാർഡിഗ്രാഡുകളെ വെച്ചിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സയൻസിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ട് തന്നെയാണ്. ISS നടത്തുന്ന പരീക്ഷണങ്ങളൊക്കെ ഭാവിയിൽ ശാസ്ത്രത്തിന് മൊത്തത്തിൽ തന്നെ ഊർജം പകരാൻ എപ്പോഴും തന്നെ ഏത് പരീക്ഷണമായാലും, അതിപ്പോ ഒരു പരീക്ഷണം റിപ്പീറ്റ് ചെയ്യുന്നതായാൽ പോലും അതിന് അതിൻ്റെതായൊരു വാല്യൂവും പ്രാധാന്യവും ഉണ്ട്. പിന്നെ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം ഈ ദൗത്യത്തിന് ഉണ്ട് എന്ന് കരുതുന്നില്ല. സാധാരണ ആളുകൾ പോകുന്നത് പോലെ തന്നെ ഒരു കമേഴ്ഷ്യൽ ദൗത്യമാണ്. ഇതേപോലെ തന്നെ മറ്റ് 2 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി പോകുന്നുണ്ട്. പിന്നെ അതിലുള്ള വിദഗ്ധരാണ് കൂടെ മറ്റുള്ളത്. സംഗീത, ഇനിയും ബഹിരാകാശ രംഗത്ത് നമ്മൾ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നു. അത്തരം ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേട്ടം ഇവിടെ നിന്ന്